ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ മീനാക്ഷി എടുത്ത് ആകാശ് വിളിച്ച് പറഞ്ഞിട്ട് മീനാക്ഷി എടുത്ത കാര്യങ്ങളൊക്കെ ആകെ അവതാളത്തിലാണ്. നമ്മുടെ വീട്ടിലുള്ളവരെല്ലാവരും പോലീസ് സ്റ്റേഷനിലാണെന്ന് പറയുമ്പോൾ മീനാക്ഷി ആകെ ഷോക്കാവാണ്. എന്തൊക്കെ ആകാശി പറയണത്? അതേ ദേവിയെടുത്ത് നമ്മളെ ചതിച്ചു മീനോ, ദേവിയെടുത്ത് ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്തിരിക്കുകയാണ്, എല്ലാവരും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലുണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും മീനാക്ഷി പറയാൻ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് നേരെ മീനാക്ഷി പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. അവിടെ പോയ മീനാക്ഷി ആകെ ഷോക്കാവാണ്. മീനാക്ഷി ഗോമതി എടുത്തും ബാലനോടൊക്കെ പറയുന്നുണ്ട്, ഒരിക്കലും ദേവിയെടുത്ത് ഇങ്ങനെ ചെയ്യില്ല, ദേവിയെടുത്തേക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല, ഇത് ആ ഉദയഭാനു അങ്കിളും അപ്പോൾ ശ്രീകലാന്റിയും ചെയ്ത പണിയായിരിക്കും, എനിക്ക് ഉറപ്പാണ്, ദേവിയെടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ സത്യങ്ങളൊക്കെ തെളിയും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാനൊന്ന് സി ഐനെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് സി ഐ എടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മീനാക്ഷി. ആ ഒരു ഭാഗത്തോടെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മീനാക്ഷി പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമാണെന്നും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്നും എല്ലാം നല്ല കറക്റ്റായിട്ട് ഷാർപ്പായിട്ടാണ് പറഞ്ഞത് നമ്മുടെ സി എക്ക് മനസ്സിലാവാട്ടോ. അങ്ങനെ സി എ വിചാരിക്കുകയാണ്, ഒരു കേസ് കിട്ടിയത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവർ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അത് കറക്റ്റായിട്ട് അന്വേഷിച്ചിട്ട്, അത് ദേവി എന്ന് പറഞ്ഞ പെൺകുട്ടിയാണല്ലോ ഈ പരാതി തന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ മൊഴി എടുത്തതിന് ശേഷം, അവരുടെ വ്യക്തമായിട്ടുള്ള മൊഴി, അവർക്ക് ഇവിടെ വരാൻ പറ്റുന്ന സാഹചര്യം അല്ലെങ്കിൽ അവിടെ പോയി മൊഴി എടുത്തതിന് ശേഷം മാത്രമേ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ ആയിരുന്നു എന്ന് സി എക്കും തോന്നുന്നുണ്ടെങ്കിൽ സി എ വിചാരിക്കുന്നത് ദേവീനെ കൊണ്ട് തന്നെ സത്യങ്ങളൊക്കെ പറയിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കണം. അങ്ങനെ നമ്മുടെ സി എ ദേവീനെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് തന്നെയാണ് അവിടേക്ക് ഉദയഭാനു ശ്രീകലയും കൂടി വരുന്നത്. അപ്പൊ അവര് വരുമ്പോഴേക്കും സി എ ചോദിക്കേണ്ടല്ല, നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ്. അതേ സാറേ, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, അല്ല പരാതിക്കാരി എവിടെ ദേവി എന്ന് ചോദിക്കുമ്പോഴേക്കും ഉദയഭാനു ശ്രീകലയും പരസ്പരം മുഖത്തോട് മുഖം നോക്കാട്ടോ. സാറേ, അവൾക്ക് ഒട്ടും വയ്യ സാറേ, അതാ കൊണ്ടുവരാതിരുന്നത്. ഓഹോ, ഒട്ടും വയ്യേ? കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥ? അതേ സാറേ, ഒട്ടും വയ്യ സാറേ, ഒട്ടും വയ്യ. പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥ, ആ ഒരു മാനസികാവസ്ഥയിലായി സാറേ എൻ്റെ മകൾ എന്ന് പറയാണ്. ശരി, എന്നാൽ അവൾ അവിടെ ഇരിക്കട്ടെ, ഞങ്ങൾ അവിടെ പോയി അവളെ കണ്ടോളാം. അയ്യോ സാർ, അവൾക്ക് സംസാരിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയാണ്, ഇതിലെന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ എന്ന് സി എ പറയുമ്പോൾ, അയ്യോ സാർ, ഒരു കള്ളത്തരവും ഇല്ല, എങ്കിൽ ഞങ്ങൾ അവിടെ പോയി കണ്ടോളാം എന്നൊക്കെ സി എ പറഞ്ഞിട്ട് അവിടെ നേരെ ദേവീനെ കാണാൻ വേണ്ടി പോകാൻ വേണ്ടി പുറപ്പെടുക കേട്ടോ. ആ സമയത്ത് ദേവി അവിടെ എത്തുന്നുണ്ട്, പക്ഷെ ദേവിനെ കാണാൻ വേണ്ടി പുറപ്പെടുന്നുണ്ട്. അതായത് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ നാളത്തെ പ്രൊമോവും കൂടി കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ അച്യുതനാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല കേട്ടോ. കാരണം എങ്ങനെയെങ്കിലും അനന്തം പോയിട്ട് ഈ ഗോമതിനെയും ബാലിനെയൊക്കെ ഇറക്കിക്കൊണ്ടുവരുന്നൊരു ടെൻഷൻ ഉണ്ട്. കാരണം അവരുടെ മോളും പോലീസ് സ്റ്റേഷനിലാണല്ലോ. അങ്ങനെ അനന്തൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് അച്യുതൻ അനന്തന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അനന്തേട്ടൻ എന്ത് ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? എടാ, നിനക്കറിയില്ലേ എന്റെ മോളാ പോലീസ് സ്റ്റേഷനിലേക്ക് ഇരിക്കുന്നത്? അതെനിക്ക് അറിയാലോ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ എല്ലാവരും കൂടെ ഒരുമിച്ചല്ല അറസ്റ്റ് ചെയ്തേക്കുന്നത്. മിത്രനെ മാത്രമാണെങ്കിൽ നമുക്ക് ഇറക്കിക്കൊണ്ടുവരായിരുന്നു, ഇതിപ്പം മിത്രനെ മാത്രമായിട്ട് ഇറക്കിക്കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ ഇത് മാത്രം, ഇത് പീഡന കേസും കൂടിയാണ് എന്ന് അച്യുതൻ പറയണം. അനന്തം പറയണ്ടടാ, നീ ഇങ്ങനെ തന്നെ പറയണോടാ, അലോക് ജയിലിൽ കിടന്ന സമയത്ത് ഞാൻ ആരെയൊക്കെ കൊണ്ടേ കാണാൻ പോയായിരുന്നു, അവൻ ഇറക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യം ഞാൻ ചെയ്തായിരുന്നു, അതൊക്കെ നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ? എന്നിട്ടും എൻ്റെ മോള് ജയിലിൽ കിടക്കണം കണ്ടപ്പോഴേക്കും നിങ്ങൾക്കൊന്നും ഒന്ന് സഹായിക്കാൻ പോലും തോന്നിയില്ലല്ലോ. എന്നെ അനന്തേട്ടാ, അത് അങ്ങനെയല്ല അനന്തേട്ടാ, മിത്രേനെ രക്ഷിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാവരും രക്ഷപ്പെടില്ലേ അനന്തേട്ടാ, അതുകൊണ്ടാ മിത്രേനെ അവരൊന്നും ചെയ്യില്ല. ഞാനേ നമ്മുടെ എസ്ഐനൊന്ന് സ്പെഷ്യലായിട്ട് പോയി കാണുന്നുണ്ട്, മിത്രേനെ മാത്രം ഒന്നും ചെയ്തെന്ന് ഞാൻ പോയി പറയുന്നുണ്ട്. എന്താ അനന്തേട്ടൻ അത് മതിയോ? എനിക്കൊന്നും വേണ്ട, എനിക്ക് എൻ്റെ മോളെ കണ്ടാൽ മതി. അപ്പോഴേക്കും നന്ദിനിയും തുടങ്ങോട്ടെ, എന്നാലും എൻ്റെ മോൾക്ക് ഈ അവസ്ഥ വന്നല്ലോ, അവൾ പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ട അവസ്ഥയായല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും രാജശ്രീ പറയണ്ട, അയ്യോ എൻ്റെ നന്ദിനിയെടുത്തി എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? നാളൊരു സമയത്ത് പോലീസുകാരി ആവേണ്ടതല്ലേ മിത്ര, അപ്പൊ അവൾ 24 മണിക്കൂറും പോലീസ് സ്റ്റേഷനിൽ തന്നെ ആയിരിക്കൂലേ, ഇത് ആ രീതിയിൽ കണ്ടാൽ മതി എന്നൊക്കെ പറയാണ്. അതുപോലെയാണോ രാജശ്രീ ഇത്? അത് പോലീസുകായിട്ട് അവൾ ജോലി ചെയ്യണ പോലെയല്ലേ, ഇത് അങ്ങനെയല്ലല്ലോ. എന്തായാലും എനിക്ക് എൻ്റെ മോളെ കാണണം അനന്തേട്ട, എൻ്റെ മോളെ പുറത്തിറക്കണം അനന്തേട്ട, എൻ്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ലല്ലോ അനന്തേട്ട, പ്ലീസ് അനന്തേട്ട നമുക്ക് പോകാം എന്നൊക്കെ പറയണം. അപ്പോൾ അനന്തം പറയുന്നുണ്ട്, അച്യുത നീ എന്തൊക്കെ വിചാരിച്ചാലും ശരി, ഇതിന്റെ പേര് നീയും ഞാനും തെറ്റിയാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് എൻ്റെ മോളെ പുറത്തിറക്കണം, എൻ്റെ മോൾ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അനന്തൻ നമ്മുടെ മിത്രനെ ഇറക്കാൻ വേണ്ടി മുഖേനെ പുറത്തേക്ക് പോവാണ്. അത് പ്രകാരം എല്ലാവരും ഒരുമിച്ചിറക്കാന്നാണ് അനന്തം വിചാരിക്കുന്നത് കേട്ടോ. മിത്രനെ മാത്രമല്ല എല്ലാവരും ഒരുമിച്ചിറക്കാൻ വേണ്ടി തന്നെയാണ് അനന്തന്റെ ഉദ്ദേശം. അപ്പൊ അവര് പുറത്തേക്ക് പോയി കഴിയുമ്പോഴേക്ക് അച്യുതൻ പറയുന്നുണ്ട് രാജശ്രീ അടുത്ത്, അനന്തേട്ടന്റെ ഉദ്ദേശം എനിക്ക് നന്നായിട്ട് അറിയാം, മിത്രനെ മാത്രമല്ല ആ കുടുംബത്തിലെ ദേവമംഗലത്തിലെ എല്ലാവരും ഇറക്കാൻ വേണ്ടിയിട്ടാണ് അനന്തേട്ടൻ പോയിരിക്കുന്നത്, ഇത് ഞാൻ അങ്ങനെ വെച്ച് കുറിപ്പിക്കില്ല, നോക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് അച്യുതൻ. ഈ കുരുക്കിനെ ശരിക്കും മുറുക്കാൻ പോകാന്നൊക്കെ അച്യുതൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ ദേവി എടുത്ത് സി എ ക്വസ്റ്റ്യൻ ചെയ്യാണ്, നിങ്ങളല്ലേ ഈ പരാതി തന്നത്, ഇതിൽ പറഞ്ഞ പരാതിക്കാരി നിങ്ങളല്ലേ ഗാർഹിക പീഡനത്തിന് ഇവരെതിരെ എല്ലാവർക്കും ഓരോരുത്തരുടെ പേരുൾപ്പെടെ പരാതി കൊടുത്തെന്ന് പറയുമ്പോൾ ദേവിക്ക് ഷോക്കാവാണ്. മേഡം എന്തൊക്കെ പറഞ്ഞത്? എന്ത് പരാതി? എവിടുത്തെ പരാതി? എനിക്കിതൊന്നും അറിയില്ല എന്ന് ദേവി പറയാട്ടോ. അത് കേൾക്കുമ്പോഴേക്കും സി എക്ക് കാര്യം മനസ്സിലായി, കള്ളപ്പരാതിയാണെന്ന്.
അങ്ങനെ സിയെ ആ ഒരു അവസാനം ആ ഒരു തീരുമാനത്തിലെത്താണ്. ദേവമംഗലത്തുള്ളവർ ആരും തന്നെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവരെ വെറുതെ പറഞ്ഞയക്കാട്ടോ. പക്ഷെ പറഞ്ഞയക്കുന്ന സമയത്ത് ഗോമതി പറയണ്ട, മേഡം, മേഡത്തിന് ഞങ്ങളെ പറഞ്ഞയക്കാൻ വേണ്ടി ഒരു സെക്കൻഡ് സമയം മതിയായിരുന്നു. ദേവിയുടെ ഒരു മൊഴി കേട്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞയച്ചു. പക്ഷെ ഇത്രയും നേരം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലിരുന്നു. ഞങ്ങളുടെ കുടുംബ പേര് പോയി. നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങൾ എങ്ങനെ നോക്കും? മറ്റുള്ളവരുടെ മുഖത്ത് ഞങ്ങൾ എങ്ങനെ നോക്കും? ഞങ്ങൾ സാധാരണ ഒരു പലചരക്ക് കട വെച്ചിട്ട് നടക്കുന്ന ഒരു ആൾക്കാരാണ്. ആ കടയിൽ വരുന്ന ആൾക്കാരിന് ഇപ്പോൾ ഓരോരോ ക്വസ്റ്റ്യൻ ഞങ്ങളോട് ചോദിക്കും. ഇതിപ്പോൾ കള്ളക്കേസാണോ സത്യസന്ധമായിട്ടുള്ള കേസാണോ നാട്ടുകാർക്ക് അറിയേണ്ട കാര്യമില്ല. ഗോമതി സ്റ്റോഴ്സ് ബാലനും വീട്ടുകാരും ദേവീനെ ഗാർഹിക പീഡനം ചെയ്തു എന്നല്ലേ പറയുള്ളൂ. ഞങ്ങളിനി എന്തിനാ മേഡം ജീവിച്ചിരിക്കണത്? വേണ്ട മേഡം, ഞങ്ങളെല്ലാവരും മേഡം ഇവിടെ തൂക്കിക്കൊന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്കിനി വീട്ടിൽ തിരിച്ചു പോകണം, ഞങ്ങൾക്കിങ്ങനെ പേരും ഒന്നും ഇല്ലാതെ ഞങ്ങൾക്ക് പോകണ്ട എന്നൊക്കെ ഗോമതി ഒറ്റക്കാലി പറഞ്ഞു. അപ്പോൾ പോലീസുകാർക്ക് വലുത് വിഷമം തോന്നുന്നുട്ടോ. ശരിയാണ്, ഇവരുടെ പേരും ആ ഒരു പ്രശസ്തിയും മാത്രമല്ല മറ്റുള്ളവരുടെ മുമ്പിൽ നാണക്കേടായി പോയില്ല. എല്ലാത്തിനും കാരണം ഉദയഭാനും ശ്രീകലയാണ്. അവരങ്ങനെ വെറുതെ വിടാൻ പാടില്ലെന്ന് നമ്മുടെ സിയെ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഉദയഭാനത്ത് സ്ത്രീകളുടെ പറയുന്നുണ്ട്, നിങ്ങൾ പോലീസുകാരെ കബളിപ്പിച്ചു, തെറ്റിദ്ധരിപ്പിച്ചു, പിന്നെ കള്ളപ്പരാതി തന്നു, കള്ളൊപ്പിട്ടു, അങ്ങനെ പല പല കേസുകളാണ് നിങ്ങളുടെ തലയിൽ ഞാൻ കെട്ടിവെച്ചിരിക്കുന്നതല്ല, പല പല കേസുകൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ജയിലിലേക്ക് നേരെ കയറിക്കോ. എന്നിട്ട് കോടതിയിൽ നിങ്ങളെ ഹാജരാക്കും. കോടതി തീരുമാനിക്കുക എന്ത് ചെയ്യണമെന്ന്. അപ്പൊ അതോടുകൂടി ഈ കേസും കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ അറിയും, സത്യം എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കും. അതുകൊണ്ട് ശ്രീകലയും ഉദയവാനും ഇനി ജയിലിലേക്ക് കിടന്നു എന്ന് പറയുമ്പോൾ ദേവി പറഞ്ഞു, അയ്യോ സാറേ വേണ്ട, എൻ്റെ അച്ഛനും അമ്മക്കും പ്രായമായതല്ല, ഞങ്ങളെ പുറത്തിറക്കാനൊന്നും ആരും വരത്തൊന്നുമില്ല, അവരെ വെറുതെ വിട്ടേക്ക്, അല്ലെങ്കിൽ ഇവരുടെ കാര്യത്തിന് വേണ്ടി ഞാൻ തന്നെ ഇനി ഓടി നടക്കണ്ടേ എന്ന് പറയുമ്പോൾ സിയെ പറയണ്ടേ, വേണ്ട, ഇത് എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം, ഇവർ അകത്ത് തന്നെ കിടക്കട്ടെ, അഥവാ ഇവരെ നിങ്ങൾക്ക് പുറത്തിറക്കാൻ വക്കീലിനൊന്നും കാണാൻ പറ്റിയില്ലെങ്കിൽ കോടതി തന്നെ ഒരു വക്കീലിനെ ഏർപ്പാടാക്കും, അയാൾ വാദിച്ചോളും കേസ്, എന്തായാലും ഇവർ ജയിലിൽ കിടക്കേണ്ടവരാണ്, ഇനി അവർ ജയിലിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സിയെ നമ്മുടെ ഉദയഭാനുനെയും അതുപോലെ തന്നെ സ്ത്രീകളെല്ലാം ജയിലിലേക്ക് ആക്കാട്ടോ. പിന്നീട് നമ്മുടെ ബാലനും ഗോമതിയും വീട്ടുകാരും തിരിച്ച് ദേവമംഗലത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ നാട്ടുകാരുടെ ഓരോരോ കുത്തിയുള്ള ചോദ്യങ്ങളാട്ടോ, നാണോ ഇല്ലേ നിങ്ങൾക്ക്? ആ പാവം പെൺകുട്ടീനെ പണമില്ലാത്തതിന്റെ പേര് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, എന്നാലും എൻ്റെ ബാല, നിങ്ങളെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല, എന്നാലും എൻ്റെ ഗോമതി, നീ ഇങ്ങനത്തെ ഒരു പെണ്ണായി പോയല്ലോ, നീ ഒരു സ്ത്രീയല്ലേടി എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാരിങ്ങനെ അപമാനിച്ചുകൊണ്ടേ ഇരിക്കട്ടോ. ബാലൻ കടയിലേക്ക് പോയിരിക്കുമ്പോൾ ഓരോരുത്തർ സാധനം മേടിക്കാൻ വരുന്നത് പറഞ്ഞിട്ട് ചിലപ്പോൾ ചെറിയ ചെറിയ സാധനം മിഠായോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും മേടിക്കാൻ വരുന്നത്. പക്ഷെ അവർക്ക് അറിയേണ്ടത് ഈ കേസിനെ കുറിച്ചാണ്. അങ്ങനെ വന്നിട്ട് ബാലനെയും വീട്ടുകാരെയൊക്കെ വെറുതെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കട്ടെ. ശരിക്കും ഇവർ നാണം കെട്ടുപോയി. അത് കള്ളക്കേസാണെങ്കിൽ പോലും നാണം കെട്ടുപോയി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മീനാക്ഷിയും ഇത്രയൊക്കെ ഒരു കാര്യം തീരുമാനിക്കുകയാണ്, എന്തായാലും ഇതിൻ്റെ എതിരെ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇനി വേറൊരു കുടുംബം ഇതുപോലെ ആവാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കയറി ലൈവായിട്ട് ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാം. അതുവഴി കുറച്ചു പേർക്കെങ്കിലും ഈ കാര്യം സത്യസന്ധമായിട്ടുള്ള കാര്യം മനസ്സിലാവണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ലോകം മുൻപാടി നമ്മുടെ ദേവിയല്ല, നമ്മുടെ ഗോമതിയും നമ്മുടെ മിത്രയും മീനാക്ഷിയും അനുമോളും ബാലനൊക്കെ ചേർന്നിട്ട് സംസാരിക്കുകയാണ്. ഞങ്ങളുടെ ഭാഗത്തൊരു തെറ്റുണ്ടായാലും എന്താണ് ശരിക്കും സംഭവിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു വീഡിയോ അടക്കം ഇടുവാട്ടോ. അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങളാണ് നമ്മൾ ഇനി അങ്ങോട്ട് കാണാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.